എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അശ്വമേധം എന്ന കഥയുടെ അവസാന ഭാഗമാണ്. അധ്യായം 5. പുതിയ പുലരി. മുംബൈ നഗരം ഒരിക്കലും ഉറങ്ങാറില്ല. അർദ്ധരാത്രിയുടെ നിശബ്ദതയിലും മറൈൻ ഡ്രൈവിലെ തിരമാലകൾ തീരത്ത് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ദൂരെ നഗരവെളിച്ചങ്ങൾക്കിടയിൽ പടുകൂറ്റൻ നിഴലുപോലെ തലയുയർത്തി നിൽക്കുന്ന ശർമ്മ ടവേഴ്സ് നോക്കി മാളവിക തന്റെ ഹോട്ടൽ മുറിയുടെ ബാൽക്കണിയിൽ നിന്നു. താൻ ഇതുവരെ കൊച്ചിയിൽ കണ്ട ശത്രുക്കളെക്കാൾ എത്രയോ മടങ്ങ് വമ്പനാണ് രാഹുൽ ശർമ്മയെന്ന് ആ കെട്ടിടത്തിന്റെ ഗാംഭീര്യം വിളിച്ചു പറയുന്നു. മുറിക്കുള്ളിൽ അർജുൻ തന്റെ പരിക്കുകൾ വകവയ്ക്കാതെ ലാപ്ടോപ്പിൽ എന്തോ സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു. വാഗമണ്ണിലെ മുറിവുകൾ മാളവികയുടെ പരിചരണത്തിൽ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഓരോ ചലനത്തിലും ആ വേദനയുടെ നേർത്ത നിഴലുണ്ട്. അവൻ സാവധാനം എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു വന്നു. മാളവിക, നീ പേടിക്കുന്നുണ്ടോ? അർജുൻ അവളുടെ തോളിൽ കൈവച്ചു. അവന്റെ സ്പർശനം അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചായ്ഞ്ഞു. പേടിയല്ല അർജുൻ, പക്ഷെ നമ്മൾ രണ്ടുപേരും മാത്രം ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ എങ്ങനെ നേരിടും? രാഹുൽ ശർമ്മയ്ക്ക് പിന്നിൽ രാഷ്ട്രീയക്കാരും പോലീസും ഉണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നമ്മൾ വെറുമൊരു മരുഭൂമിയിലെ മണൽത്തരി പോലെയാകില്ലേ? അർജുൻ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ അവളെ നോക്കി. നമ്മൾ രണ്ടുപേരും മാത്രമല്ല മാളവിക, എനിക്ക് മുംബൈയിൽ ചില പഴയ ബന്ധങ്ങളുണ്ട്. പണ്ട് സൈന്യത്തിലായിരുന്നപ്പോൾ എന്റെ ടീമിലുണ്ടായിരുന്നവർ. അവർ ഇപ്പോൾ എന്റെ ഒരു വിളിപ്പുറത്തുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ ഞാൻ തനിയെ ഇറങ്ങില്ല. അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. ഇന്നത്തെ രാത്രി നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. നാളെ മുതൽ ഒരു വലിയ യുദ്ധമാണ്. ഈ നിമിഷം എനിക്ക് നിന്നെ മാത്രമേ കാണാനുള്ളൂ. മാളവിക അർജുന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ തീക്ഷ്ണതയിൽ ഇപ്പോൾ പ്രതികാരമല്ല, മറിച്ച് പ്രണയം മാത്രമാണ് തുളുമ്പുന്നത്. മുംബൈയിലെ ആ ആഡംബര ഹോട്ടലിലെ മങ്ങിയ വെളിച്ചത്തിൽ പുറത്തെ തിരമാലകളുടെ താളത്തിനൊപ്പം അവർക്കിടയിൽ മനോഹരമായ ഒരു പ്രണയ നിമിഷം വിരിഞ്ഞു. മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും ആ പ്രണയം അവർക്ക് ലോകം കീഴടക്കാനുള്ള കരുത്തായി മാറി. പിറ്റേന്ന് രാവിലെ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ധാരാവിയിലെ ഒരു പഴയ ഗോഡൌണിലായിരുന്നു അവരുടെ മീറ്റിംഗ്. തുരുമ്പിച്ച യന്ത്രങ്ങൾക്കും തടിപ്പെട്ടികൾക്കുമിടയിൽ അർജുനെ കാത്ത് 5 പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും മുൻ സൈനികർ, പല യുദ്ധക്കളങ്ങളിൽ അർജുനൊപ്പം മരണം കണ്ടവർ. അർജുനെ കണ്ടതും അവർ ഒരേ സ്വരത്തിൽ സല്യൂട്ട് അടിച്ചു. മേജർ, ഞങ്ങൾ തയ്യാറാണ്, ഉത്തരവ് നൽകിയാൽ മതി, അവരിൽ ഒരാളായ ഇക്ബാൽ ഗാംഭീര്യത്തോടെ പറഞ്ഞു. അർജുൻ മാളവികയെ അവർക്ക് പരിചയപ്പെടുത്തി. ഇത് മാളവിക, MS ടെക്സ്റ്റൈൽസിന്റെ ഉടമ, രാഹുൽ ശർമ്മ തകർത്ത കുടുംബത്തിന്റെ ഏക അവകാശി. നമ്മുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, നമ്മുടെ അച്ഛന്മാരെ കൊന്നവർക്ക് ശിക്ഷ നൽകുക, ഈ അധോലോക രാജാവിനെ താഴെ ഇറക്കുക. അർജുൻ ഒരു മാപ്പ് മേശപ്പുറത്ത് വിരിച്ചു. രാഹുൽ ശർമ്മയുടെ പ്രധാന വരുമാന മാർഗം നവി മുംബൈയിലെ തുറമുഖം വഴിയുള്ള അന്താരാഷ്ട്ര ലഹരിക്കടത്താണ്. ഇന്ന് രാത്രി ഒരു വലിയ കപ്പൽ അവിടെ എത്തുന്നുണ്ട്. അത് തകർത്താൽ രാഹുൽ ശർമ്മയുടെ സാമ്പത്തിക അടിത്തറ തകരും. മാളവിക, നീ സുരക്ഷിതമായ ദൂരത്ത് നിന്ന് ബാക്കപ്പായി ഉണ്ടാവണം. രാത്രി 12 മണി. നവി മുംബൈ പോർട്ട് നിശബ്ദമായിരുന്നു. അർജുനും അവന്റെ ടീമും നിഴലുകൾ പോലെ കപ്പലിലേക്ക് നീങ്ങി. മാളവിക ദൂരെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ബൈനോക്കുലറിലൂടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു. പെട്ടെന്ന് സൈറണുകൾ മുഴങ്ങി. ശത്രുക്കൾ അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ഒരു കമാൻഡോ ഓപ്പറേഷന്റെ എല്ലാ വീര്യത്തോടും കൂടി അർജുൻ അവിടെ അഴിഞ്ഞാടി. ഗ്രനേഡുകളുടെ സ്ഫോടന ശബ്ദവും തോക്കുകളുടെ ഗർജനവും തുറമുഖത്തെ നടുക്കി. രാഹുൽ ശർമ്മയുടെ വലങ്കൈയായ ഖന്ന അർജുനെ നേരിടാൻ തോക്കുമായി വന്നു. അതൊരു മാസ് ഫൈറ്റ് ആയിരുന്നു. കണ്ടെയ്നറുകൾക്കിടയിലൂടെ അർജുൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞു. ഖന്നയുടെ ഗുണ്ടകൾ ഓരോരുത്തരായി വീണു. അർജുൻ ഖന്നയെ അടിച്ചു താഴെയിട്ടു. ഇത് എന്റെ അച്ഛന്റെ ചോരയ്ക്ക് പകരം, അവൻ ഓരോ പ്രഹരത്തിലും ആക്രോശിച്ചു. അവസാനം ആ കപ്പലിലെ കോടിക്കണക്കിന് രൂപയുടെ ലഹരിമരുന്നിന്റെ ശേഖരം അർജുൻ ടൈം ബോംബുകൾ ഉപയോഗിച്ച് സ്ഫോടനത്തിലൂടെ തകർത്തു. ആകാശത്തേക്ക് ഉയർന്ന തീജ്വാലകൾക്ക് മുന്നിൽ അർജുൻ ഒരു വിജയിയെപ്പോലെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് മാളവിക പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു. രാഹുൽ ശർമ്മയുടെ ആഡംബര മുറിയിലെ ഫോൺ ശബ്ദിച്ചു. വാർത്തയറിഞ്ഞ അവന്റെ മുഖം പക കൊണ്ട് ചുവന്നു. അവൻ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് തകർത്തു. അർജുൻ, നീ എന്റെ സാമ്രാജ്യം തൊട്ടു. ഇനി നിന്റെയും ആ പെണ്ണിന്റെയും ശവങ്ങൾ മാത്രമേ ഈ മണ്ണിൽ നിന്ന് പുറത്തു പോകൂ. നവി മുംബൈയിലെ സ്ഫോടനത്തിന് ശേഷം രാഹുൽ ശർമ്മ ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയായിരുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ തകർത്ത അർജുനോടുള്ള പക അവന്റെ കണ്ണുകളിൽ ചോരയായി പടർന്നു. അർജുനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട അവൻ തന്റെ പഴയ തന്ത്രം തന്നെ പുറത്തെടുത്തു, ചതി. അർജുനും സംഘവും തങ്ങളുടെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുന്നതിനിടയിലാണ് ആ ദുരന്തം സംഭവിച്ചത്. അർജുൻ ഒരു ആയുധശേഖരം പരിശോധിക്കാൻ പുറത്തുപോയ സമയം നോക്കി. രാഹുൽ ശർമ്മയുടെ ചാവേർ സംഘം അവരുടെ താവളം ആക്രമിച്ചു. അർജുന്റെ സുഹൃത്തുക്കൾ ധീരമായി പൊരുതിയെങ്കിലും മാളവികയെ അവർ തട്ടിക്കൊണ്ടുപോയി. തിരികെ വന്ന അർജുൻ കണ്ടത് തകർന്നു കിടക്കുന്ന താവളവും മുറിവേറ്റ തന്റെ സുഹൃത്തുക്കളെയുമാണ്. അവന്റെ ഫോൺ ശബ്ദിച്ചു. മറുതലക്കൽ രാഹുൽ ശർമ്മയുടെ ക്രൂരമായ ചിരിയായിരുന്നു. അർജുൻ,
നിന്റെ വേഗത കുറഞ്ഞുപോയി. നിന്റെ പെണ്ണ് ഇപ്പോൾ എന്റെ കൈകളിലാണ്. മുംബൈയിലെ പഴയ കപ്പൽ നിർമ്മാണശാലയിലേക്ക് വാ. നിന്റെ അച്ഛനെ കൊന്ന അതേ സ്ഥലത്ത് വെച്ച് നിനക്കും നിന്റെ പെണ്ണിനും ഞാൻ അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുണ്ട്. വരുന്നത് തനിയായിരിക്കണം, ഒരു തോക്ക് പോലുമില്ലാതെ. അർജുന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അവളെ തൊട്ടാൽ നിന്റെ വംശം ഞാൻ ഇല്ലാതാക്കും രാഹുൽ, അവൻ അലറി. രാത്രിയുടെ നിശബ്ദതയിൽ അർജുൻ ആ പഴയ കപ്പൽശാലയിലെത്തി. ചുറ്റും ഇരുമ്പ് തകിടുകളും തുരുമ്പിച്ച കപ്പലുകളും. ഹാളിന് നടുവിൽ ഒരു കസേരയിൽ മാളവികയെ കെട്ടിയിട്ടിരിക്കുന്നു. അവൾക്ക് ചുറ്റും 30ഓളം സായുധധാരികളായ ഗുണ്ടകൾ. മുകളിൽ ഒരു പ്ലാറ്റ്ഫോമിൽ രാഹുൽ ശർമ്മ തന്റെ കയ്യിൽ ഒരു റിമോട്ടും പിടിച്ചു നിൽക്കുന്നു. അർജുൻ, ആയുധം താഴെയിട്ടു കൈകൾ ഉയർത്തിവരൂ, രാഹുൽ ശർമ്മ ആജ്ഞാപിച്ചു. അർജുൻ നിസ്സഹായനായി മുന്നോട്ട് നടന്നു. ഗുണ്ടകൾ അവനെ വളഞ്ഞു. രാഹുലിന്റെ ആൾക്കാർ അർജുനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ഓരോ അടിയേൽക്കുമ്പോഴും മാളവിക കരഞ്ഞു നിലവിളിച്ചു. അർജുൻ, എന്നെ വിട്ടുപോയിക്കോളൂ, അവർ നിന്നെ കൊല്ലും. ചോരയിൽ കുളിച്ചു കിടന്ന അർജുൻ പെട്ടെന്ന് തലയുയർത്തി. അവൻ മാളവികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു പോരാളിയുടെ അവസാനത്തെ അടവ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൻ തന്റെ ബൂട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയ സ്വിച്ച് അമർത്തി. പെട്ടെന്ന് കപ്പൽശാലയിലെ പവർ ഗ്രിഡ് പൊട്ടിത്തെറിച്ചു. പരിപൂർണമായ ഇരുട്ട്. അടുത്ത നിമിഷം അർജുൻ ഒരു നിഴൽ പോലെ ഉയർന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചങ്ങല ഉപയോഗിച്ച് ചുറ്റുമുള്ളവരെ നേരിട്ടു. ഇരുട്ടിൽ അർജുൻ ഒരു വേട്ടക്കാരനായി മാറി. വെടിയൊച്ചകളും നിലവിളികളും അന്തരീക്ഷത്തിൽ മുഴങ്ങി. വെളിച്ചമിടൂ, അവനെ കൊല്ലൂ, രാഹുൽ ശർമ്മ അലറി. വെളിച്ചം വന്നപ്പോൾ രാഹുൽ കണ്ടത് തന്റെ ഗുണ്ടകളെല്ലാം നിലംപരിശായി കിടക്കുന്നതാണ്. അർജുൻ മാളവികയുടെ കെട്ടുകൾ അഴിച്ചുമാറ്റി അവളെ സുരക്ഷിതമാക്കി. അവൻ രാഹുൽ ശർമ്മയുടെ അടുത്തേക്ക് നടന്നു. രാഹുൽ തന്റെ റിമോട്ട് അമർത്താൻ ആഞ്ഞു. ഞാൻ ഈ കെട്ടിടം തകർക്കും. പക്ഷേ അർജുൻ മിന്നൽ വേഗത്തിൽ തന്റെ കയ്യിലിരുന്ന് കത്തിയെറിഞ്ഞു. രാഹുലിന്റെ കൈ തകർത്തു. അർജുൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞു കയറി. അതൊരു ഐതിഹാസികമായ പോരാട്ടമായിരുന്നു. അർജുന്റെ ഓരോ പ്രഹരവും രാഹുൽ ശർമ്മയുടെ അഹങ്കാരത്തെ തകർത്തു. ഇത് എന്റെ അച്ഛന് വേണ്ടി, ഇത് മാളവികയുടെ കുടുംബത്തിനു വേണ്ടി, ഇത് നീ ചതിച്ച ഈ രാജ്യത്തിനു വേണ്ടി, അർജുൻ ഓരോ തവണയും ആക്രോശിച്ചു. അവസാനം രാഹുൽ ശർമ്മയെ അവൻ ആ കപ്പൽശാലയുടെ മുകളിൽ നിന്ന് താഴെയുള്ള ആഴക്കടലിലേക്ക് ചവിട്ടി വീഴ്ത്തി. അധോലോകത്തിന്റെ ചക്രവർത്തി തിരമാലകൾക്കിടയിൽ അപ്രത്യക്ഷനായി. അർജുൻ കിതച്ചുകൊണ്ട് മാളവികയുടെ അടുത്തേക്ക് വന്നു. അവൾ ഓട്ടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആ ചോരയും പുകയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവരുടെ പ്രണയം വിജയം ആഘോഷിച്ചു. നമ്മൾ ജയിച്ചു മാളവിക, നമ്മുടെ അശ്വമേധം പൂർത്തിയായിരിക്കുന്നു. അർജുൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ദൂരെ പോലീസ് സൈറണുകൾ കേട്ടു തുടങ്ങിയിരുന്നു. പക്ഷെ ഇത്തവണ അർജുന് പേടിയില്ലായിരുന്നു. അവന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അവന്റെ സുഹൃത്തുക്കൾ സൈനിക ആസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞിരുന്നു. അവൻ തന്റെ ഐഡന്റിറ്റി കാർഡ് ഉയർത്തിപ്പിടിച്ചു. അപ്പോഴേക്കും അർജുന്റെ സുഹൃത്തുക്കൾ എത്തിച്ച രേഖകൾ പരിശോധിച്ച് സൈനിക ആസ്ഥാനത്ത് നിന്ന് ക്ലിയറൻസ് ലഭിച്ചിരുന്നു. മേജർ അർജുൻ ശേഖർ, യു ആർ ക്ലീൻ. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അർജുന് കൈകൊടുത്തു. അർജുന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വർഷങ്ങളായി താൻ ചുമന്ന രാജ്യദ്രോഹി എന്ന മുദ്ര മാഞ്ഞുപോയിരിക്കുന്നു. അവൻ മാളവികയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവന്റെ നെഞ്ചിലെ ചോടിൽ മുഖമമർത്തി തേങ്ങി. അർജുൻ, പ്ലീസ്, ഇനി എന്നെ തനിച്ചാക്കരുത്, അവൾ മന്ത്രിച്ചു. അർജുൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവന്റെ വിരലുകൾ അവളുടെ മുടിയിഴകളെ തലോടി. ഇല്ല മാളവിക, മരണം വരെ ഞാൻ നിന്റെ നിഴലായി കൂടെയുണ്ടാകും. ഇനി ഈ കൈകൾ തോക്കുകൾക്ക് വേണ്ടിയല്ല, നിന്നെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. 6 മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ബംഗ്ലാവ് ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു. പക്ഷേ അത് വെറുമൊരു ആഘോഷമായിരുന്നില്ല, 2 ആത്മാക്കളുടെ ഒന്നിക്കലായിരുന്നു. മുറ്റത്തെ മാവിൻ കൊമ്പിൽ കെട്ടിയ ഊഞ്ഞാലിൽ മാളവിക ഇരിക്കുകയായിരുന്നു. അവളുടെ കഴുത്തിൽ അർജുൻ അണിയിക്കാൻ പോകുന്ന ആ താലിമാല അവൾ കൈകളിൽ എടുത്തു നോക്കി. അർജുൻ പിന്നിലൂടെ വന്ന് അവളുടെ കണ്ണുകൾ പൊത്തി. അവൾ അവന്റെ കൈകളുടെ തഴമ്പുകളിൽ തൊട്ടു തിരിച്ചറിഞ്ഞു. അർജുൻ, അവൾ പുഞ്ചിരിച്ചു. അവൻ അവളുടെ അടുത്തായിരുന്നു. മാളവിക, പഴയ കാര്യങ്ങൾ ഓർത്തു നീ സങ്കടപ്പെടരുത്. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. അവൻ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. ആ കഠിനമായ പോരാട്ടവീര്യമുള്ള കൈകളിൽ ഇപ്പോൾ വെണ്ണ പോലെയുള്ള മനോഹരമായൊരു കരുതലുണ്ടായിരുന്നു. എനിക്ക് നിന്നെ കിട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മെഡൽ. സൈന്യത്തിൽ നിന്ന് ലഭിച്ച എല്ലാ ബഹുമതികളെക്കാളും വലുതാണ് നിന്റെ ഈ പുഞ്ചിരി. മാളവികയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു. എന്റെ അച്ഛനെ കൊന്നവർക്ക് ശിക്ഷ ലഭിച്ചതിനേക്കാൾ സന്തോഷം നിനക്ക് നിന്റെ അഭിമാനം തിരിച്ചു കിട്ടിയതിലാണ് അർജുൻ. നീ ഒരു രാജ്യദ്രോഹിയല്ലെന്ന് ലോകമറിഞ്ഞല്ലോ.
കല്യാണ മണ്ഡപം ലളിതമെങ്കിലും അതീവ സുന്ദരമായി ഒരുക്കിയിരുന്നു. വെള്ളപ്പട്ടുടുത്ത മാളവിക മണ്ഡപത്തിലേക്ക് നടന്നു വരുമ്പോൾ അർജുന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ കണ്ണുകളിലേക്ക് നിർഭയം നോക്കിയ ആ പോരാളി ഇന്ന് മാളവികയുടെ കണ്ണുകളിലെ പ്രണയത്തിനു മുന്നിൽ വിറച്ചുപോയി. അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അഗ്നിയെ സാക്ഷിയാക്കി അവർ പരസ്പരം ജീവിതം കൈമാറി. ആ ചടങ്ങ് കഴിയുമ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടായിരുന്നു. അർജുന്റെ കമാൻഡോ സുഹൃത്തുക്കൾ അവനെ ആവേശത്തോടെ എടുത്തുയർത്തി. രാത്രിയിൽ നിലാവെളിച്ചം പെയ്യുന്ന ബാൽക്കണിയിൽ അവർ തനിച്ചിരുന്നു. അർജുൻ മാളവികയുടെ തലമുടിയിൽ ഒരു മുല്ലപ്പൂ ചൂടിച്ചു. മാളവിക, ഇനി നമുക്ക് പുതിയൊരു ലോകം പണിയണം. അവിടെ പകയോ ചോരയോ ഉണ്ടാകില്ല, പ്രണയം മാത്രം. അവൾ അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു. എനിക്കറിയാം അർജുൻ, നിന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഞാൻ വരും. നമ്മൾ ഒരുമിച്ചാണെങ്കിൽ ഈ ലോകം തന്നെ നമുക്ക് കീഴടക്കാം. അവർ ആ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നു. പകയുടെ അഗ്നിയിൽ ജനിച്ച ആ പ്രണയം ഇപ്പോൾ ഒരു ശാന്തമായ കടൽ പോലെ പരന്നു കിടക്കുന്നു. അശ്വമേധത്തിന്റെ കുതിപ്പ് ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ പ്രണയത്തിന്റെ അനന്തമായ യാത്ര തുടങ്ങുകയാണ്. മാളവികയുടെയും അർജുന്റെയും കഥ ഇവിടെ പൂർണ്ണമാകുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വ്യത്യസ്തമായ കഥകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ആ പുതിയ യാത്രയിൽ പങ്കുചേരാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.